1929 ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത തള്ളിയാർ എസ്റ്റേറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 1945 തിരുവിതാംകൂർ നിയമപ്രകാരം കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത തലയാർ ടീ കമ്പനിയുടെ പേരുമായുള്ള സാമ്യം മുതലെടുത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കൈവശം വച്ചിരിക്കുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ തലവൻ IG S ശ്രീജിത്ത് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. തലയാർ കമ്പനി അനധികൃതമായി ഭൂമി കൈവശം വച്ചു എന്ന പരാതിയിൽ CBCID ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രേഖകൾ ഹാജരാക്കാൻ പോലും കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. ഹൈക്കോടതി കമ്പനിയുടെ ആവശ്യപ്രകാരം 2016 ഫെബ്രുവരി 22-ന് കേസന്വേഷണത്തിന് നൽകിയ സ്റ്റേ നീക്കാൻ കാലമിത്ര കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 1971 പുനഃപരിശോധനാ നിയമപ്രകാരം ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കമ്പനി നൽകിയ അപേക്ഷ 1974 കേരള ലാൻഡ് ബോർഡ് നിരസിച്ചു. എന്നിട്ടും ഇത്രകാലം ആ കമ്പനിക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എങ്ങനെ കൈവശം വെക്കാൻ കഴിഞ്ഞു? വിദേശത്ത് രജിസ്റ്റർ ചെയ്ത് 1937 നിർത്തലാക്കിയ സ്ഥാപനം 1945 തുടങ്ങിയ മറ്റൊരു സ്ഥാപനത്തിന് എങ്ങനെ 10,000-കണക്കിന് ഭൂമി കൈമാറും? രേഖകളെല്ലാം കൃത്യമെങ്കിൽ കേസന്വേഷണം അവസാനിപ്പിക്കാൻ എന്തിന് തലയാർ കമ്പനി കോടതിയെ സമീപിക്കണം? കേസന്വേഷണത്തിന് കോടതി നൽകിയ സ്റ്റേ നീക്കാൻ സർക്കാർ ശ്രമിക്കാത്തതിലും ദുരൂഹതയുണ്ട്. തലയാറിൽ നിന്നും ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ജീഫ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.